നമസ്കാരം. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ദ ആങ്ഷ്യസ് ജനറേഷൻ എന്നുള്ള പുസ്തകത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 4-5 കോൺസെപ്റ്റ്സാണ് ഈ വീഡിയോയിൽ കൂടി വളരെ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്, കേൾക്കുക. ആദ്യമായിട്ട് ആൻറ്റി ഫ്രജിലിറ്റി. പൊതുവേ വ്യക്തികളാണെങ്കിലും പ്രധാനമായിട്ട് ജീവനുള്ള വ്യക്തികൾ അല്ലെങ്കിൽ വസ്തുക്കളാണെങ്കിലും അവയെ 3 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദർ ആർ സം തിങ്സ് ദാറ്റ് ആർ ഫ്രജൈൽ. അവ സ്ട്രെസ്സിന് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവ നശിച്ചു പോകും. ഇപ്പോൾ ഒരു കുപ്പി ഗ്ലാസ് അല്ലെങ്കിൽ ഒരു വൈൻ ബോട്ടിൽ, ഇതൊക്കെയാണ് ഇതിൽ ഉദാഹരണം പറയുന്നത്. അത് നിലത്ത് വീണാൽ പൊട്ടും. അപ്പോൾ അതിനെ നമ്മൾ നിലത്തിട്ടിട്ട് കാര്യമില്ല, ദാറ്റ് ദേ ആർ ഫ്രജൈൽ. പിന്നെ ചില തിങ്സ് ആൻഡ് പീപ്പിൾ, ദേ ആർ റെസിലിയൻറ്റ്. അവർ എത്ര നിലത്തിട്ടാലും അവർക്ക് യാതൊരു മാറ്റം ഉണ്ടാവില്ല. എക്സ്ട്രാ സ്ട്രോങ്ങോ എക്സ്ട്രാ വീക്കോ ആവില്ല. പ്ലാസ്റ്റിക് കപ്പാണ് ഉദാഹരണമായിട്ട് പറയുന്നത്. പ്ലാസ്റ്റിക് കപ്പ് താഴെ വീണാൽ പൊട്ടില്ല, അതേസമയം താഴെ വീണത് കൊണ്ട് അതിന് സ്ട്രെങ്ത് കൂടില്ല. അപ്പോൾ സച്ച് തിങ്സ് ആർ റെസിലിയൻറ്റ്. ഓക്കെ, പിന്നെ മൂന്നാമതൊരു ഗ്രൂപ്പ് ഉണ്ട്, ദേ ആർ ആൻറ്റി ഫ്രജൈൽ ആണ്. They are the things that actually need to get knocked over now and then in order to become strong. അവർക്ക് ശക്തമാകണമെങ്കിൽ അവർക്ക് ഇടയ്ക്ക് സ്ട്രെസ് വേണ്ട അളവിൽ വേണ്ടത്ര കിട്ടണം. അങ്ങനെ സ്ട്രെസ് കിട്ടിയാൽ അവർ നശിക്കില്ല. ദേ ആർ നോട്ട് ഫ്രജൈൽ. അതേസമയം അവർ സ്ട്രെസ്സിനോട് ഒരു റെസ്പോൺസും ഇല്ലാത്ത റെസിലിയൻ ഗ്രൂപ്പിൽ പെട്ടതുമല്ല. ദേ ആർ ആൻറ്റി ഫ്രജൈൽ. അവർ മിനിമൽ സ്ട്രെസ് വേണ്ട രീതിയിൽ കൊടുത്താൽ അത് അവർക്ക് ശക്തരാവാനാണ് അവർ ഉപകരിക്കുക. ഹ്യൂമൻ ബീങ്സ് ബിലോങ്സ് ടു ദിസ് ആൻറ്റി ഫ്രജൈൽ ക്ലാസ്, എസ്പെഷ്യലി ചിൽഡ്രൻ. അപ്പോൾ കുട്ടികൾക്ക് പ്രായത്തിന് ചേർന്ന രീതിയിൽ ഒരു പ്ലേ ബേസ്ഡ് ചൈൽഡ്ഹുഡിൽ കൂടി ആവശ്യത്തിനുള്ള ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആ സോഷ്യൽ സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യാനുള്ള ഒരു പരിശീലനം കുട്ടികൾക്ക് കിട്ടണം എന്നുള്ളതാണ് ഇതിലെ പോയിന്റ്. കുട്ടികൾ ആൻറ്റി ഫ്രജൈൽ ആയതുകൊണ്ടാണിത്. ഒരു രീതിയിലും സ്ട്രെസ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ ലൈഫ് സ്കിൽസ് ഒരിക്കലും അക്വയർ ചെയ്യുകയില്ല. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന പോലെ ആ ഒരു സ്ട്രെസ്സിനോട് അവർ കമ്മ്യൂണിറ്റി സെറ്റിങ്ങിൽ ഗ്രൂപ്പ് ബിഹേവിയറും ആഡിക്വേറ്റ് സ്ട്രെസ്സൊക്കെ നേരിട്ട് ശീലിച്ചിട്ടുള്ള കുട്ടികൾ അവർ വളർന്ന് വലുതാകുമ്പോൾ അവർ കുറച്ചും കൂടി അത് ഹാൻഡിൽ ചെയ്യാൻ പര്യാപ്തമായിരിക്കും എന്നുള്ളതാണ് ഇതിലെ പോയിന്റ്. ഓക്കെ, ഈ പുസ്തകത്തിൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് പറയുന്നത്, പിന്നെ നമ്മുടെ പഴഞ്ചൊല്ലുകളിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞു വരുന്ന ചില കാര്യങ്ങളൊക്കെ ഒരേപോലെയാണ്. നമുക്ക് നല്ലത് എവിടെ നിന്നും സ്വീകരിക്കാം, ഒന്ന് മുഴുവൻ ശരി ഒന്ന് തെറ്റ് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ പറയുന്നു ആൻറ്റി ഫ്രജൈൽ ആർ ദ തിങ്സ് ദാറ്റ് ഗെയിൻ ഫ്രം ഡിസോർഡർ. നസീം ടാലബ് അദ്ദേഹത്തിൻ്റെ 2012 ഒരു ബുക്കിൻ്റെ പേരാണത്, ആൻറ്റി ഫ്രജൈൽ തിങ്സ് ദാറ്റ് ഗെയിൻ ഫ്രം ഡിസോർഡർ. സം തിങ്സ് ലൈക്ക് വൈൻ ഗ്ലാസസ് ആർ ഫ്രജൈൽ. We protect fragile things from shocks and threats because we know they cannot withstand even a gentle challenge, such as being knocked over on a dinner table. Other things are resilient, such as a plastic cup, which can withstand being knocked off the table. But resilient objects don't get better from getting dropped. They merely don't get worse. Anti-fragile are the things that actually need to get knocked over now and then in order to become strong. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ഉൾപ്പെടെ പല ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ആൻറ്റി ഫ്രജൈൽ ആണ്. ഈ ടേം ശ്രദ്ധിച്ചോളൂ, ആൻറ്റി ഫ്രജൈൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ, ആൻറ്റി ഫ്രജൈൽ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എക്സ്പീരിയൻസ് വേണം. ഈ ഒരു പ്ലേ ബേസ്ഡ് ചൈൽഡ്ഹുഡിൽ കൂടി കിട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ കിട്ടേണ്ട എക്സ്പീരിയൻസിനെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അവയെ എക്സ്പീരിയൻസ് ബ്ലോക്കേഴ്സ് എന്നുള്ള ടേം ഉപയോഗിച്ചാണ് ജൊനാഥൻ ഹെയ്റ്റ് പറയുന്നത്. എക്സ്പീരിയൻസ് ബ്ലോക്കേഴ്സിൽ പ്രധാനമായിട്ട് 2 സേഫ്റ്റിസം ആൻഡ് ദെൻ ദ ഒബ്വിയസ് എലഫന്റ് ഇൻ ദ റൂം, സ്മാർട്ട് ഫോൺ. സേഫ്റ്റിസം മീൻസ് ഓവർ കൺസേൺ ടു സേഫ്റ്റി. സേഫ്റ്റിസം റിക്വയർസ് ബാനിങ് മോസ്റ്റ് ഓഫ് ദി ഇൻഡിപെൻഡൻറ്റ് ആക്ടിവിറ്റി ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്. കുട്ടികളുടെ സ്വാഭാവികമായ കളികൾ റിസ്കിൻ്റെ പേരിൽ അവയെ കംപ്ലീറ്റ് ആയിട്ട് അധികമായിട്ട് ഓവർ സൂപ്പർവൈസ് ചെയ്യുകയോ ബാൻ ചെയ്യുകയോ ചെയ്യുന്നൊരവസ്ഥ, അത് തന്നെയാണ് സേഫ്റ്റിസം എന്ന് പറയുന്നത്. വേറെ എന്ത് ബലി കഴിച്ചിട്ടാണെങ്കിലും അറ്റ് എനി കോസ്റ്റ് ഓവർ പ്രയോറിറ്റി ഓൺ സേഫ്റ്റി നമ്മൾ നോക്കണ്ട എന്നൊരിക്കലും പറയുന്നില്ല, വേണ്ട രീതിയിൽ നോക്കണം. പക്ഷേ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ബാക്കിയുള്ള ഒരു കാര്യങ്ങളും നോക്കാതെ സേഫ്റ്റിയിൽ മാത്രം ശ്രദ്ധിക്കുകയും അത് അമിതമാവുകയും ചെയ്യുമ്പോൾ ആൻറ്റി ഫ്രജൈലായ കുട്ടികൾക്ക് അവർക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാകുന്നില്ല. Thus, safetyism acts as an experience blocker. The second most important experience blocker is the smartphone. I repeat, one of the most important experience blockers for children is a smartphone. നമ്മുടെ എത്ര കുട്ടികളുടെ കയ്യിലാണ് സ്മാർട്ട് ഫോണിൽ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ഇവിടെ കാക്കക്കൂട്ടിലെ കുയിലിൻ്റെ ഉദാഹരണം പറയുന്നുണ്ട്. കുയിൽ കുഞ്ഞിന് കാക്കക്കൂട്ടിൽ പ്രസവിച്ച് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, ബാക്കി കാക്കക്കുഞ്ഞുങ്ങളെ അത് ആദ്യം കുയിലിൻ്റെ മുട്ടയാണ് വിരിയുന്നത്, പിന്നെ അത് ബാക്കി കാക്കയുടെ മുട്ടകളെ തള്ളി പുറത്താക്കും. സോ ദാറ്റ് മോർ അറ്റൻഷൻ കുയിലിൻ്റെ കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെയാണ് സ്മാർട്ട് ഫോൺ. ബാക്കിയുള്ള എല്ലാ എക്സ്പീരിയൻസിനെയും അത് പുറത്താക്കും. കം ടു മീ, എന്നെ ശ്രദ്ധിക്കൂ, എന്നിൽ ശ്രദ്ധയിലെത്തൂ, ആ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കൂടെയുള്ള ബാക്കി ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ കെയർ കിട്ടേണ്ടത്. ഇവിടെ കാക്കക്കുഞ്ഞുങ്ങൾക്കാണ് കെയർ കിട്ടേണ്ടത്, കാക്കയുടെ കുട്ടികളാണത്. എന്നാൽ കുയിൽ പുറത്തുനിന്ന് വന്ന ഒരാളാണ്, കാക്കയുടെ കുട്ടിയല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാക്ക ഒട്ടും കെയർ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ പോലും എന്നിട്ടും കാക്ക കെയർ ചെയ്യുന്നുണ്ട് അറിയാതെയാണെങ്കിലും. അത് പോരാഞ്ഞിട്ട് കാക്കക്കുട്ടികളെ തള്ളി താഴേക്കിട്ട് ഫർദർ എക്സ്ട്രാ കെയർ ആണ് ആവശ്യപ്പെടുന്നത്. ഇതുപോലെയാണ് സ്മാർട്ട് ഫോൺ അല്ലേ. Smartphones are like the cuckoo bird, which lays its eggs in other birds' nest. The cuckoo hatches before the others, and the cuckoo hatchling promptly pushes the other eggs out of the nest in order to commandeer all the food brought by the unsuspecting mother.
Similarly, when a smartphone, tablet, or video game console lands in a child's life, it will push out most other activities at least partially. The child will spend many hours each day sitting enthralled and motionless except for one finger, the scrolling finger, while ignoring everything beyond the screen. Of course, the same might be true of the parents as well, as the family sits alone together. Alone together, ആ വാക്ക് ഓർത്തോളൂ. സോ പ്ലേ ബേസ്ഡ് ചൈൽഡ്ഹുഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ഫോൺ ബേസ്ഡ് ചൈൽഡ്ഹുഡിൽ എക്സ്പീരിയൻസ് ബ്ലോഗേഴ്സ് ഒരുപാടുണ്ട്, എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. അത് സെക്കൻഡ്. ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് ടേം ഈസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. പേജ് നമ്പർ 116 ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരുന്നത്. അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് അതിൻ്റെ വിലയൊക്കെ കൂട്ടുമ്പോൾ ആ കാര്യത്തിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസ അല്ലെങ്കിൽ സമയം, അത് നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ ആ സമയം നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുമായിരുന്ന വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല, ആ നഷ്ടം ഉണ്ടാകുന്നു. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. Economists define the term as the loss of other potential gains when one alternative is chosen. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഫോണിൽ കളിക്കാൻ കുട്ടി തീരുമാനിക്കുകയാണെങ്കിൽ ഒരു 5 മണിക്കൂർ ഒരു കുട്ടി ഫോണിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ 5 മണിക്കൂർ കൊണ്ട് അവന് ചെയ്യാമായിരുന്ന പുറത്തിറങ്ങി കളിക്കുക, ഫിസിക്കൽ എക്സസൈസ്, ടോക്കിംഗ് വിത്ത് ഫാമിലി മെമ്പേഴ്സ്, റീഡിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവന് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ 5 മണിക്കൂർ എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ആ ഫോണിൻ്റെ വില നോക്കുമ്പോൾ നമ്മൾ ആ സ്മാർട്ട് ഫോണിൻ്റെ വില മാത്രം നോക്കിയാൽ പോരാ, ആ സ്മാർട്ട് ഫോണിന് വേണ്ടി അതിൻ്റെ മുമ്പിൽ ചെലവഴിച്ച സമയവും ഊർജ്ജവും കൊണ്ട് നല്ല രീതിയിൽ ചെയ്യാമായിരുന്ന ബാക്കി ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. ഇതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇത് ഏതൊരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലിരുന്ന് 10 മിനിറ്റ് ഫോണിൽ കളിക്കുകയാണെങ്കിൽ ആ 10 മിനിറ്റ് നമുക്ക് നമ്മുടെ കുടുംബത്തോടും, നമ്മുടെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരോടും, അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാമായിരുന്ന 10 മിനിറ്റാണ് നഷ്ടപ്പെട്ടത്. ഞാൻ എഴുതിയ ഞാനും ഞാൻ എന്നുള്ള പുസ്തകത്തിൽ രംഗബോധമില്ലാത്ത കോമാളി എന്നുള്ള കഥയിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു ഉദാഹരണത്തിലൂടെ, അനുഭവത്തിലൂടെ. Economists define the term as the loss of other potential gains when alternative is chosen. അപ്പോൾ you have to consider all the other things you could have done with that money and time, and perhaps more importantly what else you could have done to help you. ഓക്കെ, അത് ഉദാഹരണമാണ് പറയുന്നത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ള ഈ വാക്ക് മറക്കരുത്, ഏതൊരു കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാം. നമ്മൾ ഫോണിൽ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് വേറെ എവിടെയെങ്കിലും ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയുടെ നഷ്ടമാണ്, വിലമതിക്കാനാവാത്ത നഷ്ടമാണ്. ഇതെപ്പോഴും ഓർക്കുക. നൗ ദ ഹുക്ഡ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ ബേസ്ഡ് ചൈൽഡ്ഹുഡിന് 4 ദോഷങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. 1, സോഷ്യൽ ഡിപ്രിവേഷൻ. ഫോൺ ഒരുപാട് ഉപയോഗിക്കുന്നതുകൊണ്ട് സാമൂഹിക ഇടപെടലുകൾ കുറയുന്നു, സോഷ്യൽ ഡിപ്രിവേഷൻ. 2, സ്ലീപ്പ് ഡിപ്രിവേഷൻ, ഉറക്കം കുറയുന്നു. അതിൻ്റെ സയൻറ്റിഫിക് ബേസ് ഒക്കെ കുറേ പറയുന്നുണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. 3rd വൺ ഈസ് അറ്റൻഷൻ ഫ്രാഗ്മെൻറ്റേഷൻ. ഫോൺ ഉപയോഗിക്കുമ്പോൾ അറ്റൻഷൻ കുറയുന്നു, ഇനി ഫോൺ ഇല്ലാത്തപ്പോൾ പോലും പകുതി മനസ്സും ശ്രദ്ധയും ഫോണിലായിരിക്കും. സോ ദ അറ്റൻഷൻ ഗെറ്റ്സ് ഫ്രാഗ്മെൻറ്റഡ്. നമുക്ക് കോൺസെൻട്രേഷൻ ഡിഫിക്കൽട്ടീസ് വരുന്നു, ഡീപ്പ് ടാസ്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നു, അല്ലേ? തുടക്കം മുതലേ ഫോൺ ഉപയോഗിച്ചിരുന്ന കുട്ടികൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് ഭാവിയിൽ അറിയാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ദ ബിഗസ്റ്റ് അൺകൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ് ദാറ്റ് ഹ്യൂമാനിറ്റി ഈസ് ഡൂയിങ് ഓൺ ഇറ്റ്സ് ഓൺ ചിൽഡ്രൻ എന്നുള്ളത് ഓർക്കുക. ഈ കുട്ടികൾ ഇപ്പോൾ തുടക്കം മുതലേ ഫോൺ ഉപയോഗിച്ചിരുന്ന കുട്ടികൾ വലുതായി വരുമ്പോഴാണ് ഇതിൻ്റെ പല എഫക്ട്സ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സോ ഇതിൽ 4th പോയിന്റ് അഡിക്ഷനാണ്. അഡിക്ഷൻ എങ്ങനെയാണ് വരുന്നതിൻ്റെ ഒരു പടമാണ് കാണിക്കുന്നത്, ഹുക്ഡ് മോഡൽ. 4 സ്റ്റെപ്സ് ഉണ്ട്, സർക്കിളാണ്. 4 എന്ന് വെച്ചാൽ തുടക്കം അവസാനം എന്നില്ല, ഇറ്റ് ഗോസ് ഇൻ എ വിഷ്യസ് സൈക്കിൾ. ദ ഫസ്റ്റ് വൺ ഈസ് ആൻ എക്സ്റ്റേണൽ ട്രിഗർ. എക്സ്റ്റേണൽ ട്രിഗർ വരുമ്പോൾ ഇപ്പോൾ ഒരു ഫോണിൻ്റെ ബീപ്പ് സൗണ്ട്, എക്സ്റ്റേണൽ ട്രിഗർ. നമ്മളത് കണ്ട് ഫോൺ എടുക്കുന്നു, ദാറ്റ്സ് എ സെക്കൻഡ് സ്റ്റെപ്പ്, ആക്ഷൻ. ആ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോയ്ക്കുള്ള ലൈക്കോ കമൻറ്റോ ഡിസ്ലൈക്കോ എന്തെങ്കിലും കിട്ടുന്നു, വേരിയബിൾ റിവാർഡ്. ഓക്കെ, എപ്പോഴും ഒരേ റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡോപ്പമിൻ സ്റ്റിമുലേഷൻ വരില്ല. സോ വേരിയബിൾ റിവാർഡ് ഈസ് ദ 3rd സ്റ്റെപ്പ്. ആൻഡ് ദ 4th വൺ ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു ഭാഗം ആ ഒരു മെഷീനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. വൺസ് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലൊരു ബീപ്പ് പോലെ ഒരു എക്സ്റ്റേണൽ ട്രിഗർ വേണ്ട. ആ ട്രിഗർ ബിക്കംസ് ഇൻറ്റേർണലൈസ്ഡ്. അതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ the loop starts with an external trigger such as notification that someone has commented on one of our posts. That's step 1, the off ramp inviting us to leave the path we were on. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ വിട്ട് സൈഡിലോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന ഓഫ് റാമ്പ് ആണത്. It appears on her phone and automatically triggers a desire to perform an action. Step 2, that had previously been rewarded. That is touching the notification to bring up the Instagram app. The action then leads to a pleasurable event, but only sometimes. And this is step 3, a variable reward. ചിലപ്പോൾ ലൈക്ക് കിട്ടുള്ളൂ, ചിലപ്പോൾ ലൈക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വേരിയബിൾ റിവാർഡാണ്. ഓക്കെ, അത് വേരിയബിൾ റേഷ്യോ ഷെഡ്യൂളാണ് റിവാർഡ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ 4ാമത്തെ സ്റ്റെപ്പ്, ഇൻവെസ്റ്റ്മെൻറ്റ്. Humans can be offered ways to put a bit of themselves into the app so that it matters more to them. At this point, after investment, the trigger for the next round of behavior may become internal. The girl no longer needs a push notification to call her over to Instagram. നമ്മൾ തന്നെ അതിൻ്റെ ഭാഗമായി നമ്മുടെ ഫോട്ടോകളിലൂടെയും വീഡിയോകളിലൂടെയും അഭിപ്രായങ്ങളിലൂടെയും നമ്മൾ തന്നെ അതിൻ്റെ ഭാഗമാകുമ്പോൾ പിന്നെ നമുക്കൊരു എക്സ്റ്റേണൽ ട്രിഗറിന് ആവശ്യമില്ല. ആൻഡ് ദ ലൂപ്പ് ജസ്റ്റ് കണ്ടിന്യൂസ്, ദ വിഷ്യസ് സൈക്കിൾ, ദ ഹുക്ഡ് മോഡൽ ഇസ് ജസ്റ്റ് കണ്ടിന്യൂസ്. ഇതാണ് അഡിക്ഷൻ വരുത്തുന്ന കാര്യം, ദ ഹുക്ഡ് മോഡൽ. അപ്പോൾ
ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഒരുപാട് കോൺസെപ്റ്റ്സുള്ള സുന്ദരമായൊരു ബുക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ പ്രധാന കാര്യങ്ങളാണ് പറഞ്ഞത്. ആൻറ്റി ഫ്രജിലിറ്റി, തിങ്സ് ദാറ്റ് ആർ സ്റ്റേബിൾ, ഫ്രജൈൽ, റെസിലിയൻ, ആൻറ്റി ഫ്രജൈൽ അല്ലെങ്കിൽ ആൻറ്റി ഫ്രജിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസിൻ്റെ പ്രാധാന്യം, എക്സ്പീരിയൻസ് ബ്ലോക്കേഴ്സായ സേഫ്റ്റീസും സ്മാർട്ട് ഫോൺസും, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, പിന്നെ എന്താ പറയുക പ്രോബ്ലംസ് വിത്ത് ഫോൺ ബേസ്ഡ് ചൈൽഡ്ഹുഡ്, അതിൽ തന്നെ അഡിക്ഷൻ്റെ മെക്കാനിസമായ ദ ഹുക്ഡ് മോഡൽ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ 10 മിനിറ്റോളായ വീഡിയോ. ഇത് ശ്രദ്ധിച്ച് കേൾക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളും നമ്മുടെ കുട്ടികളും നമ്മുടെ ചുറ്റുമുള്ളവരും ഒക്കെ ഇഷ്ടം പോലെ ഫോണിന് അഡിക്ട്സ് ആണ്. അപ്പോൾ ഈ ടേംസിൻ്റെ നോളജ് മാത്രമല്ല, KAP നോളജ് ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, ഈ നോളജ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുകയും അത് നമ്മുടെ പ്രാക്ടീസിൽ മാറ്റം വരുത്തുകയും ചെയ്യുക. ഒരാളെങ്കിലും ഇത് കേട്ടിട്ട് സ്വന്തം അല്ലെങ്കിൽ കുട്ടികളുടെയൊക്കെ ഫോൺ ഉപയോഗം കുറയ്ക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദിസ് വീഡിയോ ഹാസ് സെർവ്ഡ് ഇറ്റ്സ് പർപ്പസ്. താങ്ക് യു.